ഹാർഡ് ഡിസ്ക് പാർട്ടീഷനിങ്ങിൻ്റെ എഫ് ഡിസ്ക് മെക്കാനിസം മനസ്സിലായല്ലോ അല്ലേ? നമ്മളിതിന് ഡോസ് ഫോർമാറ്റിംഗ് പ്രൊസീജിയർ എന്നാണ് വിളിക്കുക. കാരണം നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ തന്നെ ലഭ്യമായ രണ്ട് കമാൻഡുകളാണ് എഫ് ഡിസ്കും ഫോർമാറ്റും. അതുകൊണ്ട് തന്നെ മറ്റ് പ്രോഗ്രാമുകളുടെ സഹായമില്ലാതെ തന്നെയുള്ള ഒരു ഫോർമാറ്റിംഗ് പ്രൊസീജിയറാണ് നമ്മൾ കണ്ടത്. ഈ ഒരു മെത്തേഡിന് പല പോരായ്മകളുമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഹാർഡ് ഡിസ്ക് പാർട്ടീഷനിങ്ങിന് വേണ്ടി ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കേണ്ടി വരുന്നു, തുടർന്ന് ഫോർമാറ്റിങ്ങിന് മറ്റൊരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കേണ്ടി വരുന്നു. ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഹാർഡ് ഡിസ്ക് മാനുഫാക്ചറിംഗ് കമ്പനികൾ നമുക്ക് തരുന്ന ഡിസ്ക് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറുകൾക്ക് കുറച്ച് ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഹാർഡ് ഡിസ്ക് പാർട്ടീഷനിങ് ഫോർമാറ്റിംഗ് പ്രോസസ്സുകൾ കൂടാതെ പ്രൊസീജിയറുകൾ കൂടാതെ ഹാർഡ് ഡിസ്കിൻ്റെ ക്വാളിറ്റി ചെക്കിങ്ങിന് വേണ്ടിയും ഡയഗ്നോസ്റ്റിക്സിന് വേണ്ടിയും ഉപയോഗിക്കാൻ പറ്റുന്ന പല ടൂളുകളും ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ ഉണ്ടാവും. നമ്മളിവയെ പൊതുവെ വിശേഷിപ്പിക്കുന്നത് യൂട്ടിലിറ്റി ഫോർമാറ്റിംഗ് എന്നാണ്. ഇത്തരത്തിലുള്ള യൂട്ടിലിറ്റി ബേസ്ഡ് ഫോർമാറ്റിംഗ് പ്രോസസ്സുകളിൽ ഏറ്റവും പ്രശസ്തമായത് ഡിസ്ക് മാനേജർ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള ഫോർമാറ്റിംഗ് ആണ്. ഓൺ ട്രാക്ക് എന്നറിയപ്പെടുന്ന ഒരു കമ്പനിയാണ് ഡിസ്ക് മാനേജർ എന്ന സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്നത്. ഈ ഡിസ്ക് മാനേജർ എന്ന സോഫ്റ്റ്വെയർ ഓരോ കമ്പനികളും IBM, സീഗേറ്റ്, തോഷിബ, സാംസങ് അടക്കമുള്ള ഹാർഡ് ഡിസ്ക് സപ്ലയേഴ്സ് അവരുടേതായ OEM, അതായത് ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചർ ഉൽപ്പന്നമായി അവരുടെ ഹാർഡ് ഡിസ്കിൻ്റെ കൂടെ വിപണനം ചെയ്യുന്നുണ്ട്. കുറച്ച് കാലം മുമ്പാണ് നിങ്ങൾ ഒരു ഹാർഡ് ഡിസ്ക് വാങ്ങിയിരുന്നതെങ്കിൽ ഡിസ്ക് മാനേജറുടെ ഒരു CD കൂടെ അതിൻ്റെ കൂടെ ലഭ്യമാകുമായിരുന്നു. എങ്കിൽ പോലും ഡയഗ്നോസ്റ്റിക് പർപ്പസിനും ഹാർഡ് ഡിസ്ക് മാനേജ്മെൻറ്റിൻ്റെ പല ആസ്പെക്റ്റുകൾക്കും നമുക്ക് ഇപ്പോഴും ഡിസ്ക് മാനേജർ പോലുള്ള ടൂൾസ് ആവശ്യമായി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഹാർഡ് ഡിസ്ക് പാർട്ടീഷനിങ് ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട് വന്ന ചർച്ചകളിലൊന്ന് ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഇനിയും പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ്. അതിനുള്ള മറുപടി നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞു തന്നെയാണ്. നിങ്ങൾ ഒരു അടിസ്ഥാന കമ്പ്യൂട്ടർ യൂസർ ആണെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് ആവശ്യം വരില്ല. പക്ഷേ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നൊരു പ്രൊഫഷണൽ എന്ന നിലയിൽ ഇത്തരത്തിലുള്ള ടൂളുകൾ നമുക്ക് ആവശ്യം വരാറുണ്ട്. ഒരു ഉദാഹരണത്തിന് ഒരു അഡ്വാൻസ്ഡ് കൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, വെർച്വലൈസേഷൻ എന്ന സെഗ്മെൻറ്റിലാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഒരു കൺസൾട്ടൻ്റായിട്ടും ട്രെയിനറായിട്ടും VMware ഉൽപ്പന്നങ്ങളും സിട്രിക്സ് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളും നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഒരു കമ്പ്യൂട്ടറിൽ VMware ESXi എന്നറിയപ്പെടുന്ന ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സങ്കീർണമായൊരു പാർട്ടീഷനിങ് പ്രക്രിയയാണ് VMware ചെയ്യുന്നത്. അതിനുശേഷം ഒരു സാധാരണ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആ മെഷീനിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വിൻഡോസ് XPയുടെയും 7ൻ്റെയും അടക്കമുള്ള CDകൾ പലപ്പോഴും ഇൻസ്റ്റലേഷന് വിസമ്മതിക്കാറുണ്ട്. നമ്മളുടെ മുമ്പിൽ പിന്നെയുള്ള ഒരേ ഒരു വഴി ഡോസ് ബൂട്ട് CD ഉപയോഗിച്ച് എഫ് ഡിസ്ക് മെക്കാനിസം വഴിയോ അല്ലെങ്കിൽ ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഡിസ്ക് മാനേജർ മെക്കാനിസം വഴിയോ ഹാർഡ് ഡിസ്ക് പാർട്ടീഷൻ ചെയ്യുന്നതാണ്. അതിനർത്ഥം നമ്മൾ സാങ്കേതികമായി അഡ്വാൻസ്ഡായ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഉപയോഗിക്കുമ്പോൾ പോലും പലപ്പോഴും നമ്മളിപ്പോൾ ഈ ഡെമോൺസ്ട്രേഷനിൽ കാണിക്കുന്ന പ്രോഗ്രാമുകൾ ആവശ്യം വന്നേക്കാം. എന്തായാലും ഡിസ്ക് മാനേജർ എന്ന പ്രോഗ്രാം നമുക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ ബൂട്ടബിൾ CDയിൽ നിന്ന് മെഷീൻ ബൂട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് പരിചയമുള്ള സ്ക്രീനാണിപ്പോൾ. കഴിഞ്ഞ 2 ദിവസത്തെ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി പരിചയമുള്ള സ്ക്രീനിലാണ് നമ്മൾ നിൽക്കുന്നത്. CD ഡ്രൈവിൻ്റെ വെർച്വൽ ഫ്ലോപ്പി ഡ്രൈവ്, അതായത് A:, നമ്മൾ നിൽക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ അവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ dm.exe എന്നൊരു കമാൻഡ് നമ്മൾ കാണാം. ആ കമാൻഡ് റൺ ചെയ്യുന്ന മെക്കാനിസം dm/m എന്നാണ്. M എന്നത് മാനുവൽ എന്നർത്ഥം. പൂർണ്ണമായും നമ്മളുടെ ഇഷ്ടത്തിന് ഹാർഡ് ഡിസ്ക് പാർട്ടീഷൻ ചെയ്യണമെങ്കിൽ dm/m എന്ന് കൊടുക്കണം. അതുകൂടാതെ ഞാനൊരു /x കൂടെ കൊടുക്കുകയാണ്. X എന്നത് അതിന് ടെക്നിക്കലായ പല അർത്ഥങ്ങളുണ്ട്. എന്തായാലും ഇപ്പോൾ നമ്മൾക്ക് എളുപ്പം മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഏത് കമ്പനി നിർമ്മിച്ച DM ആണെങ്കിലും ഏത് ഹാർഡ് ഡിസ്കിൻ്റെ കൂടെയും ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ X കൊടുക്കേണ്ടി വരും. സീഗേറ്റിൻ്റെ ഹാർഡ് ഡിസ്കിന് സീഗേറ്റിൻ്റെ കൂടെ വന്ന DM തന്നെ വേണം എന്ന നിബന്ധന ഉണ്ടായിരുന്നു. അത്തരം നിബന്ധനകൾക്ക് അതീതമായിട്ട് ഏത് ഹാർഡ് ഡിസ്കുകളും പാർട്ടീഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ X എന്ന് കൊടുക്കണം. തൽക്കാലം Xനെ എനി എന്ന് വിചാരിക്കുന്നതായിരിക്കും നല്ലത്. dm/m/x. സീഗേറ്റ് ടെക്നോളജി ഡിസ്ക് മാനേജർ എന്നാണ് നമ്മൾ കാണുന്നത്. അതിനർത്ഥം സീഗേറ്റിൻ്റെ ഹാർഡ് ഡിസ്കിൻ്റെ കൂടെയാണ് ഈ DM വന്നത് എന്നേ അർത്ഥമുള്ളൂ. കൂടുതൽ ആദ്യ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഓൺ ട്രാക്ക് ഡേറ്റ ഇൻ്റർനാഷണൽ എന്ന് കാണാം. അതായത് ഓൺ ട്രാക്ക് എന്ന കമ്പനിയാണ് ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിരിക്കുന്നത്. എൻ്റർ പ്രസ് ചെയ്യുന്നു. ഡിസ്ക് മാനേജർ എന്ന പ്രോഗ്രാമിന് വളരെ ലളിതമായൊരു മെനു ആണുള്ളത്. അതിൽ തന്നെ ഹാർഡ് ഡിസ്ക് പാർട്ടീഷനിങ്ങും ഫോർമാറ്റിങ്ങും എല്ലാം വളരെ സിമ്പിൾ സ്റ്റെപ്പുകളിൽ ചെയ്യാൻ പറ്റും. എഡിറ്റ് ഓർ വ്യൂ പാർട്ടീഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നിലവിലുള്ള ഹാർഡ് ഡിസ്കിൻ്റെ അവസ്ഥ കാണാം. നമ്മളിപ്പോൾ കാണുന്ന മെഷീന് 8 GB ഒരു ഹാർഡ് ഡിസ്ക്കാണുള്ളത്. 8 GB എന്ന് പറയുമ്പോൾ പഴയ കാലഘട്ടത്തിലെ ഹാർഡ് ഡിസ്ക്കാണ്. തീർച്ചയായും നമ്മൾ പഠിക്കുന്ന വിഷയവും പഴയതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് 8 GB ഒരു അടിസ്ഥാന ഹാർഡ് ഡിസ്ക്കാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. 8 GB ഹാർഡ് ഡിസ്ക് സെലക്ട് ചെയ്യാം. നമ്മൾ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ഒരു പ്രൈമറി ഡോസ് പാർട്ടീഷനും എക്സ്റ്റെൻഡഡ് ഡോസ് പാർട്ടീഷനും ഇവിടെ കാണുന്നുണ്ട്. എഫ് ഡിസ്കിൻ്റെ ലാബ് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാർട്ടീഷൻ സ്ട്രക്ചർ അതേപോലെയാണ് ഇവിടെ കാണുന്നത്.
നമുക്ക് ഈ പാർട്ടീഷൻ ക്ലിയർ ചെയ്യാം. ഞാൻ എക്സ്റ്റെൻഡഡ് ഡോസ് പാർട്ടീഷൻ ഓപ്ഷൻ സെലക്ട് ചെയ്തു. അവിടെ താഴെ കാണുന്ന സ്ക്രീനിൽ ഡെൽ കീ പ്രസ് ചെയ്താൽ ഡിലീറ്റ് ചെയ്യാം എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ ഡെൽ കീ പ്രസ് ചെയ്തു. നമുക്കൊരു വാർണിംഗ് മെസ്സേജ് വരും. അബദ്ധവശാൽ നിങ്ങൾ ഡെൽ കീ പ്രസ് ചെയ്താണോ ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ ഓൾട്ട് ഡി പ്രസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഞാൻ ഓൾട്ട് ഡി പ്രസ് ചെയ്തു. നിലവിലുള്ള പാർട്ടീഷൻ ക്ലിയർ ചെയ്തു. തുടർന്ന് പ്രൈമറി പാർട്ടീഷൻ സെലക്ട് ചെയ്തു. അതും ഡിലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യം ഡിലീറ്റ് ചെയ്യാനാണ് പഠിച്ചത് അല്ലേ? ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡിലീറ്റ് ചെയ്യാനാണ് പഠിച്ചത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളെ കഴിഞ്ഞ ദിവസത്തെ ലാബിൽ എഫ് ഡിസ്കിൽ ഉപയോഗിച്ച അതേ ഹാർഡ് ഡിസ്ക് അതേ എൻവയറമെൻറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നിലവിൽ ക്ലിയർ ചെയ്ത് നമ്മുടെ മെഷീൻ ഫ്രഷ് ആക്കി. ഇപ്പോൾ ഈ സ്ക്രീൻ ഡിസ്ക് മാനേജർ ആദ്യമായി ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. എഡിറ്റ് വ്യൂ പാർട്ടീഷൻ ഓപ്ഷൻ എടുക്കുക. നിലവിൽ 8 GB ഹാർഡ് ഡിസ്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഒരു പാർട്ടീഷനും ഇല്ല. ഞാനൊരു പുതിയ പാർട്ടീഷൻ ഉണ്ടാക്കട്ടെ എന്നാണ് DM ചോദിക്കുന്നത്. യെസ് കൊടുക്കാം. ലാർജ് ഡ്രൈവ് എന്ന് ഉദ്ദേശിക്കുന്നത് 2 GB മുകളിൽ വലിപ്പമുള്ള ഹാർഡ് ഡിസ്ക് പാർട്ടീഷനെ കുറിച്ചാണ്. എന്തായാലും അവിടെ ഞാൻ തൽക്കാലം നോ എന്ന് കൊടുത്ത് മുമ്പോട്ട് പോവുകയാണ്. നമുക്ക് മോഡേൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ പഠിക്കുമ്പോൾ 2 GB മുകളിൽ വലിപ്പമുള്ള പാർട്ടീഷനെ കുറിച്ച് ആലോചിക്കാം. ആദ്യം നിങ്ങളുടെ പ്രൈമറി ഡോസ് പാർട്ടീഷൻ ഉണ്ടാക്കുക. എൻ്റർ. വലിപ്പം തീരുമാനിക്കാം. 2 GB ആണ് ഡീഫോൾട്ട് കാണിച്ചത്. എനിക്ക് അത്രയും ആവശ്യമില്ലാന്ന് തോന്നി. ഞാൻ 1000 MB അതായത് 1 GB വലിപ്പമുള്ള ഒരു പാർട്ടീഷൻ ഉണ്ടാക്കി. സ്വാഭാവികമായും എക്സ്റ്റെൻഡഡ് പാർട്ടീഷൻ ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ അവിടെ വരുന്നു. എക്സ്റ്റെൻഡഡ് പാർട്ടീഷൻ ഓപ്ഷൻ ചോദിക്കുന്നു. എത്ര MB എക്സ്റ്റെൻഡഡ് പാർട്ടീഷൻ വേണമെന്ന് ചോദിക്കുന്നു. 8 GB ബാക്കിയുള്ള മുഴുവൻ സ്പേസ് അവിടെ കാണിക്കും. എക്സ്റ്റെൻഡഡ് പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്തു. എഗെയിൻ എക്സ്റ്റെൻഡഡ് പാർട്ടീഷനകത്ത് ലോജിക്കൽ ഡ്രൈവ് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ചോദിക്കും. ഓർമ്മയുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം എഫ് ഡിസ്കിൽ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു കാര്യങ്ങൾ. ഓരോ സ്റ്റെപ്പുകളും നമ്മൾ മാനുവലി ചെയ്യണമായിരുന്നു. ഒരു ഡിസ്ക് മാനേജർ നമ്മളോട് ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമുക്ക് അനുസരിച്ച് മുമ്പോട്ട് പോയാൽ മാത്രം മതി. ഫാറ്റ് 12 or 16 ലോജിക്കൽ ഡ്രൈവ് എത്ര MB ആണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 GB ഒരു പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്തു. ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത സ്ഥലം ബാക്കിയുള്ളതുകൊണ്ട് പിന്നെ അടുത്ത പാർട്ടീഷനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. രണ്ടാമത്തെ സെലക്ട് ചെയ്യാം. എഗെയിൻ സ്ഥലം ബാക്കിയുള്ളതുകൊണ്ട് അടുത്ത ചോദിക്കുന്നുണ്ട്. തൽക്കാലം ഞാൻ മതിയെന്ന് വെക്കുന്നു. എനിക്കിപ്പോൾ CDE എന്നറിയപ്പെടുന്ന 3 ഡ്രൈവുകളാണ് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. തുടർന്ന് സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന ഓപ്ഷൻ കൊടുക്കുക. ഇതോടുകൂടി ഹാർഡ് ഡിസ്ക് പാർട്ടീഷനിങ് പ്രക്രിയ കഴിഞ്ഞു. മുമ്പായിരുന്നെങ്കിൽ ഫോർമാറ്റിങ്ങിന് വേറൊരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കണമായിരുന്നു. ഇവിടെ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഫോർമാറ്റിംഗ് എന്ന ഓപ്ഷന് ഫോർമാറ്റ് ആൻഡ് ചെക്ക് പാർട്ടീഷൻ എന്ന ഓപ്ഷനുണ്ട്. വളരെ ലളിതമായ രീതിയിൽ നമുക്ക് വളരെ സിമ്പിളായൊരു പ്രോസസ്സാണ് ഫോർമാറ്റ് ഓൾ പാർട്ടീഷൻ. ഫോർമാറ്റ് സിംഗിൾ പാർട്ടീഷൻ മീൻസ് ഓരോ പാർട്ടീഷൻ നമ്മൾ മാനുവലായി എടുത്ത് ഫോർമാറ്റ് ചെയ്യണമെങ്കിൽ കൊടുക്കാവുന്ന ഓപ്ഷനാണ്. എന്തായാലും ഞാൻ ഫോർമാറ്റ് ഓൾ പാർട്ടീഷൻ എന്ന് കൊടുക്കുന്നു. എൻ്റർ പ്രസ് ചെയ്യുക. ഫോർമാറ്റിംഗ് വിൽ എറേസ് ഓൾ ഡേറ്റ. ഓക്കെ. ഫാസ്റ്റ് ഫോർമാറ്റിംഗ് എന്ന പ്രക്രിയ വഴി വേഗത്തിൽ ഫോർമാറ്റ് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 ചോയ്സ് ഉണ്ട്. ഇവിടെ ഞാൻ നോ എന്ന് കൊടുത്താൽ വളരെ വിശദമായൊരു ഫോർമാറ്റിംഗ് നടക്കും. ഹാർഡ് ഡിസ്കിൽ ബാഡ് സെക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ പ്രശ്നങ്ങളുണ്ടെങ്കിലോ തിരിച്ചറിയാൻ ഏറ്റവും എളുപ്പ വഴി ഈ നോ കൊടുക്കലാണ്. യെസ് കൊടുത്താൽ ഒരു ക്വിക്ക് ഫോർമാറ്റ് പ്രോസസ് ചെയ്യും. വളരെ എളുപ്പത്തിൽ ഫോർമാറ്റിംഗ് കഴിഞ്ഞു. നിങ്ങളുടെ സിസ്റ്റം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലെവലിൽ ഇൻസ്റ്റലേഷൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് തയ്യാറായി കഴിഞ്ഞു. കൺട്രോൾ ഓൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്യുക. കമ്പ്യൂട്ടർ റീബൂട്ട് ആവും. ഇപ്പോൾ CD നിന്ന് ബൂട്ട് ചെയ്ത് വരുമ്പോൾ CDE എന്നീ ഡ്രൈവ് ലെറ്ററുകൾ ഓൾറെഡി ഹാർഡ് ഡിസ്കിന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ബൂട്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ CD ഡ്രൈവ് ലോഡാകുന്നത് F എന്ന ഡ്രൈവ് ലെറ്ററിലായിരിക്കും. CDE എന്ന ഡ്രൈവുകൾ നമുക്ക് നോക്കാം. ഈ 3 ഡ്രൈവുകളും ഓൾറെഡി കമ്പ്യൂട്ടർ ഉപയോഗിക്കാവുന്ന ലെവലിൽ ആയിക്കഴിഞ്ഞു. ഇതാണ് ഡിസ്ക് മാനേജറിൻ്റെ അടിസ്ഥാന ഓപ്ഷൻ. DM/M/X എന്ന കമാൻഡ് ഒന്നുകൂടെ റൺ ചെയ്താൽ ഡിസ്ക് മാനേജർ നമുക്ക് ഒന്നുകൂടെ കാണാം. അതിൽ ഹാർഡ് ഡിസ്ക് പാർട്ടീഷനിങ്ങും ഫോർമാറ്റിങ്ങും അല്ലാതെ തന്നെ വേറെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് മെയിൻ്റനൻസ് ഓപ്ഷനിൽ ഹാർഡ് ഡിസ്കിൻ്റെ ഫിസിക്കൽ പാരാമീറ്റർ ചെക്ക് ചെയ്യുന്നതടക്കം വിശദമായ ഹാർഡ് ഡിസ്ക് ടെസ്റ്റിങ്ങിന് ആവശ്യമായ ഇഷ്ടംപോലെ ഓപ്ഷനുകൾ മെയിൻ്റനൻസ് ഓപ്ഷനിലുണ്ട്. നമുക്ക് നിലവിൽ ഇനീഷ്യൽ സ്റ്റെപ്പിൽ അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ഹാർഡ് ഡിസ്കിൻ്റെ പാർട്ടീഷനിങ് ഫോർമാറ്റിംഗ് എന്നീ 2 പ്രക്രിയകൾ മാത്രമാണ് നമ്മൾ DM ഉപയോഗിച്ച് ചെയ്യാൻ ഇപ്പോൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 സ്റ്റെപ്പ് ചെയ്ത് നമുക്ക് ഹാർഡ് ഡിസ്ക് പാർട്ടീഷനിങ് അവസാനിപ്പിക്കാം. എക്സിറ്റ് ഡിസ്ക് മാനേജർ കൊടുത്തു. ഡിസ്ക് മാനേജറിൽ നിന്ന് പുറത്ത് കടന്നു. എഫ് ഡിസ്ക് ഉപയോഗിച്ചും DM ഉപയോഗിച്ചും ഹാർഡ് ഡിസ്കിനെ പാർട്ടീഷൻ ചെയ്യുന്നതും ഫോർമാറ്റ് ചെയ്യുന്നതും മനസ്സിലായല്ലോ. തുടർന്ന് നമുക്ക് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിലേക്ക് കടക്കാം.